നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു കുട്ടിക്കാനം മെഡിമിക്സിൻ്റെ ഒരു റിസോർട്ടിലാണ്. റിസോർട്ടെന്ന് പറയാൻ പറ്റത്തില്ല, ഒരു ബംഗ്ലാവില്ല. ഇവിടെ നല്ല മഞ്ഞാണ്, നോക്കാം, കോടാമഞ്ഞൻ ഓഹോ, താഴ്വാരയിൽ ഓഹോ. വിശദമായ വീഡിയോ നാളെ വരുന്നതാണ്. എങ്കിലും ഒരു കാര്യം ഞാൻ പറയട്ടെ. ഈ ആഹ്ലാദം, സന്തോഷം, സമാധാനം ഒക്കെ നമ്മൾ സ്വയം സൃഷ്ടിക്കേണ്ടതാണ്. അത് സങ്കല്പിച്ചുണ്ടാക്കേണ്ടതാണ്. ആഹ്ലാദം എല്ലാവർക്കും ഒന്നും ഉണ്ടാകത്തില്ല. നമ്മൾ ആഹ്ലാദം ഉണ്ടാകാനുള്ള ചില കാര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കണം, കൃത്രിമമായി ഉണ്ടാക്കണം. അത് മനസ്സിൽ സങ്കല്പിക്കണം. ഇതായിരിക്കണം നമുക്ക് ആഹ്ലാദം ഉണ്ടാകാനുള്ള കാര്യങ്ങൾ എന്ന് സങ്കല്പിച്ച് ഉണ്ടാക്കിയെടുക്കണം. അതാണ് ആഹ്ലാദം. എത്ര കോടി രൂപ കിട്ടിയാലും ആഹ്ലാദം വരത്തില്ല. എന്നാൽ 100 രൂപ കിട്ടിയാൽ ആഹ്ലാദമാണെന്ന് വിചാരിച്ചാൽ അത് ആഹ്ലാദമാണ്. 5 രൂപ കിട്ടിയാൽ ആഹ്ലാദമെന്ന് വെച്ചാൽ അത് ആഹ്ലാദമാണ്. നല്ലൊരു കാപ്പി കുടിച്ചാൽ ആഹ്ലാദമെന്ന് വിചാരിച്ചാൽ അത് ആഹ്ലാദമാണ്. എന്നാൽ ഈ ആഹ്ലാദം, സന്തോഷം ഒക്കെ നമ്മൾ സ്വയം ഉണ്ടാക്കിയെടുക്കേണ്ട കാര്യങ്ങളാണ്. ഏത് ഗുഹയിൽ ഇരുന്നാലും ആഹ്ലാദിക്കാൻ പറ്റും. നമ്മുടെ മനസ്സ് അതുമായിട്ട് താതാത്മ്യം പ്രാപിച്ചാൽ മതി. താതാത്മ്യം പ്രാപിക്കുക ഒരു കാര്യമുണ്ട്. ഒന്നിനോടും താതാത്മ്യം പ്രാപിച്ചില്ലെങ്കിൽ ആഹ്ലാദം ഒട്ടും ഉണ്ടാകത്തില്ല. എത്ര കോടി രൂപ കിട്ടിയാലും, ഏത് 5 സ്റ്റാർ ഹോട്ടൽ ജീവിച്ചാലും, എവിടൊക്കെ നടന്നാലും, എന്തൊക്കെ ദൃശ്യങ്ങൾ കണ്ടാലും, എന്തൊക്കെ സുഖഭോഗങ്ങൾ അനുഭവിച്ചാലും, എവിടൊക്കെ ജീവിച്ചാലും ആഹ്ലാദം ഉണ്ടാകത്തില്ല. ആഹ്ലാദം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സ് ഏത് പ്രവൃത്തിയാണോ ആ പ്രവൃത്തിയോട് താതാത്മ്യം പ്രാപിക്കണം. ആ പ്രവൃത്തിയുമായിട്ട് ഇഴുകിച്ചേരണം. അപ്പോഴും ആഹ്ലാദം ഉണ്ടാകും. ഇത് കുറച്ചൊക്കെ പേർക്ക് മനസ്സിലാവും ഞാൻ ഉദ്ദേശിക്കുന്ന ആശയം എന്താണെന്ന്. എൻ്റെ ആഹ്ലാദങ്ങൾ പലതുമുണ്ട്. എനിക്ക് എന്തൊക്കെ ടെൻഷൻ ഉണ്ടായാലും, പ്രയാസമുണ്ടായാലും, ദുഃഖമുണ്ടായാലും ഞാൻ അതിനെയൊക്കെ വിട്ട് പോകുന്നത് ചില കാര്യങ്ങളിലേക്ക് വ്യാപൃതനാകുമ്പോഴാണ്. എനിക്കിഷ്ടമുള്ള ചില കാര്യങ്ങളിലേക്ക് വ്യാപൃതനാകുമ്പോൾ ആ ദുഃഖങ്ങളും പ്രയാസങ്ങളും ടെൻഷനും സ്ട്രെസ്സും ഒക്കെ ഇല്ലാതാകും. പിന്നെ സ്ട്രെസ്സ് വരും. ഈ മനുഷ്യൻ്റെ മനസ്സ് എപ്പോഴും സ്ട്രെസ്സ് ഒക്കെ ഉള്ള മനസ്സാണ്, പിരിമുറുക്കമുള്ള മനസ്സാണ്. പൂർണ്ണമായ സമാധാനം ഒരു മനുഷ്യനും ഒരിക്കലും കിട്ടിയിട്ടില്ല. പൂർണ്ണമായ സമാധാനവും ശാശ്വതമായ സമാധാനവും നിത്യമായ സമാധാനവും ഒരിക്കലും ഉണ്ടാകില്ല. അത് വെറും സാങ്കല്പികം മാത്രമാണ്. ഒരു സന്യാസിക്കും ഉണ്ടാകത്തില്ല, ഒരു സർവസംഘ പരിത്യാഗിക്കും ഉണ്ടാകത്തില്ല, ഒരു മനുഷ്യനും ഉണ്ടാകത്തില്ല. ഹിമാലയത്തിൽ ഇരുന്ന് തപസ് ചെയ്യുന്ന സന്യാസിമാർക്ക് പോലും ചില കാര്യത്തിലൊക്കെ വ്യാകുലത ഉണ്ടാകും. ഒരു കാര്യത്തിലും വ്യാകുലത ഉണ്ടാകാത്ത ഒരവസ്ഥ മനുഷ്യനില്ല. പിന്നെ അത് ഏറ്റക്കുറച്ചിലുണ്ട്. ചിലർക്ക് എപ്പോഴും ടെൻഷൻ, എപ്പോഴും പ്രശ്നങ്ങൾ, എപ്പോഴും വ്യാകുലത. അത് കുറച്ച് കൊണ്ടുവരാൻ നമ്മളുടെ ചില പ്രവൃത്തികൾ കൊണ്ട് പറ്റും. ആ പ്രവൃത്തികൾ നമ്മുടെ മനസ്സിനെ മാറ്റുന്നതായിരിക്കണം. മനസ്സ് വേറൊന്നിലേക്ക് കേന്ദ്രീകരിക്കുമ്പോൾ ചില ടെൻഷനുകളൊക്കെ കുറയും. നമ്മൾ ഒത്തിരിയും സ്ട്രെസ് അനുഭവിക്കുന്ന ഒരാളാണ്. നമുക്ക് ഒത്തിരിയും നമ്മുടെ ജോലികളിൽ ഒക്കെ സ്ട്രെസ് അനുഭവിക്കുന്നതായിരിക്കുക. നമ്മൾ ഇപ്പോൾ താമസിക്കുന്ന വീട്, ദിവസവും നമ്മുടെ ഒരു മുറി കിടക്കുക, അടുത്ത മുറിയിലേക്ക് മാറി കിടന്നാൽ മതി. ചിലപ്പം ആ ഒരു വ്യത്യസ്തത നമുക്ക് ഫീൽ ചെയ്യും. നമ്മൾ കിടക്കുന്ന മുറിയിൽ നിന്ന് മാറി കിടന്നാൽ മതി. റിലാക്സേഷൻ വരും. ചിലപ്പോൾ ഒരു സിനിമയ്ക്ക് പോയാൽ മതി, ചിലപ്പോൾ ഓരോരുത്തർ യാത്ര പോയാൽ മതി. അപ്പോൾ ആ സ്ട്രെസ്സിനൊരു റിലാക്സേഷൻ വരും. അങ്ങനെയാണ് മനുഷ്യൻ മാറേണ്ടത്. അപ്പോൾ സന്തോഷം നമ്മൾ കൃത്രിമമായി ഉണ്ടാക്കിയെടുക്കേണ്ടുന്ന കാര്യമാണ്. വെറുതെ ഉണ്ടാകുന്നതല്ല, കൃത്രിമമായി ഉണ്ടാക്കിയെടുക്കണം. നമ്മൾ സന്തോഷിക്കാനാണ് നമ്മൾ സങ്കല്പിക്കുക. നമ്മൾ സന്തോഷിക്കുന്നു എന്ന് സങ്കല്പിക്കുക. നമ്മൾ സന്തോഷിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് സങ്കല്പിക്കുക. അപ്പോൾ താനെ നമ്മൾ സന്തോഷിക്കും. ചിലതാണ് ചിരി നമ്മൾ ചിരിക്കുക, കൃത്രിമമായി ചിരിക്കുക. ചിരി നമുക്ക് ആ ചിരി യഥാർത്ഥത്തിൽ നമുക്ക് ചിരിയായി തന്നെ വരും. അതാണ് കാര്യം. അത് കൃത്രിമമായി നമ്മൾ
സങ്കല്പിച്ചുണ്ടാക്കുക. ദുഃഖമായാലും അങ്ങനെയാണ്, സങ്കല്പിച്ചുണ്ടാക്കുന്നത്. സ്ട്രെസ് എല്ലാം അങ്ങനെയാണ്. നമ്മുടെ മനസ്സിനെ അങ്ങോട്ട് പിടിച്ച് നമുക്ക് എന്തൊക്കെ നെഗറ്റീവ് ഉണ്ടോ ആ നെഗറ്റീവിനെല്ലാം ചിന്തിച്ച് വരുത്താനുള്ള ഒരു കഴിവ് മനസ്സിനുണ്ട്. നമ്മൾ സന്തോഷമായിട്ടിരിക്കുമ്പോഴും ചില നെഗറ്റീവുകൾ നമ്മുടെ മനസ്സിൽ കാണും. പിന്നെ അതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കും. അങ്ങോട്ടായിരിക്കും നമുക്ക് ആകർഷണീയത. അതുപോലെ തന്നെ സന്തോഷത്തിനുള്ള വഴികൾ നമ്മൾ തേടിയെത്തണം, തേടി കണ്ടുപിടിക്കണം, അങ്ങനെ സന്തോഷിക്കണം. ദുഃഖിക്കാനുള്ള കാര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ മനസ്സ് പിടിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ സന്തോഷിക്കാനുള്ള അവസ്ഥയിലേക്ക് നമ്മൾ പോകണം. ഇതാണ് ഇന്നത്തെ എൻ്റെ വിഷയം. നന്ദി, നമസ്കാരം.